എല്ലാവരും അനേകായിരം കൃഷ്ണ അമ്പലങ്ങളും അനേകായിരം ആരാധനയിലും ഉണ്ടെങ്കിലും ഈ ഗുരുവായൂരിൽ വന്നപ്പോൾ നമുക്ക് ഉണ്ടായ ആ മാനസികമായ ആ ശാന്തത, നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മാറ്റി തരുന്ന ആ ഗുരുവായൂരപ്പനെ നമ്മൾ നാമത്തിലൂടെയും ശ്രീമദ് ഭാഗവതത്തിലൂടെയും ഭഗവത്ഗീതയിലൂടെയും നമ്മൾ അനുഷ്ഠിക്കുകയും സേവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഗുരുവായൂരപ്പന്റെ ആ അനുഗ്രഹം എല്ലാവർക്കും, എല്ലാ ഭക്തജനങ്ങൾക്ക് മാത്രമല്ല അഭക്തന്മാർക്കൂടെ ഭഗവാൻ കാരുണ്യം കാണിക്കുന്ന. അപ്പൊ അതിന് ഒരുപാട് കഥകളും ഉദാഹരണങ്ങളും. അപ്പോൾ ഭഗവാൻ പറയുന്നു സമൂഹം സർവഭൂതേഷു, ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയുന്നു സമൂഹം സർവഭൂതേഷു, എനിക്ക് എല്ലാവരോടും ഒരുപോലെയാണ്. നീ എന്നെ അകത്ത് വന്ന് തൊഴുന്നു, നീ എന്നെ പുറത്തു നിന്ന് തൊഴുന്നു, എനിക്ക് വ്യാപാരം നടത്തുന്നു, എനിക്കെല്ലാം നടക്കുന്നു. പക്ഷേ എന്റെ ഭക്തൻ മഞ്ജുലാലിന്റെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും അവനെയും ഞാൻ ഭക്തനായിട്ട് കരുതുകയും അവന് ഞാൻ എല്ലാ ദുഃഖങ്ങളും മാറ്റിക്കൊടുക്കുകയും. അപ്പൊ അതിനെന്താ പഠിക്കണേ? സമൂഹം സർവഭൂതേഷു നമോദ്വേഷ അസ്ഥിരപ്രിയ ഹേ ഭജന്തിയതു മാ ഭക്യാമയി തേഷ്ടാപ്യം. എന്നെ ആര് ഭജിക്കുന്നു, എന്നെ ആര് നാമം ജപിക്കുന്നു, എന്റെ സേവനങ്ങൾ ആരനുഷ്ഠിക്കുന്നു, അവരോട് എനിക്ക് അല്പം താല്പര്യമുണ്ടാവും, കൂറുണ്ടാവും എന്നാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു ധർമ്മം, ഒരേ ഒരു അനുഷ്ഠാനം എന്ന് പറയുന്നത് കലിയുഗത്തിൽ നിത്യം ഭാഗവത സേവയാണ്. നിത്യം ഭാഗവത ശാസ്ത്രങ്ങൾ, നമ്മൾ ശാസ്ത്രങ്ങൾ പഠിക്കുക, ശാസ്ത്രങ്ങൾ പറയുക, ശാസ്ത്രങ്ങൾ വായിക്കുക. അതായത് നമ്മുടെ ശാസ്ത്രം എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതം, ശ്രീമദ് ഭഗവത്ഗീത, രാമായണം, മഹാഭാരതം ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങൾ പഠിക്കുക, അത് പ്രചരിപ്പിക്കുക. ആ സനാതന ധർമ്മത്തെ എല്ലാവരും അനുഷ്ഠിക്കുക. ആ അനുഷ്ഠാനങ്ങളെ നമ്മൾ കൈകോർത്ത് പിടിക്കുകയാണെങ്കിൽ, അതിനോട് ചേർത്ത് നിർത്തുകയാണെങ്കിൽ നമുക്ക് അത് മാത്രം നമ്മുടെ സംസാര സാഗരമാകുന്ന ഈ ദുഃഖത്തിൽ നിന്ന് നമുക്ക് മാറുവാനും നമ്മുടെ എല്ലാം ആയ ആ പരമാത്മാവിനെ നമ്മൾ, അല്ലെങ്കിൽ ജീവാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ആ അനുഷ്ഠാനങ്ങളിലൂടെ നമുക്ക് എന്നും സുഖവും ശാന്തിയും സമൃദ്ധിയും കിട്ടുവാനുള്ള ഒരേ ഒരു വഴി നാരായണ ഭഗവാന്റെ നാമം. കലികാലേ നാമരൂപേ കൃഷ്ണാവതാരണം. കലിയുഗത്തിൽ നാമത്തിലൂടെ ഭഗവാനെ നമുക്ക് കാണാം. മറ്റുള്ള യുഗങ്ങളിൽ അങ്ങനെയല്ല. ത്രേതായുഗം, ദ്വാപരയുഗം, സത്യയുഗം, കലിയുഗം, ആ യുഗങ്ങളിൽ എനിക്ക് അനുഷ്ഠാനങ്ങളും കോടി വർഷങ്ങൾ ജീവിച്ചിരുന്നു. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അത് രക്ഷയില്ല. പറയുന്നു ശ്രീമദ് ഭാഗവതം. എന്താ പറഞ്ഞേ? സുമന്ത മതയോ മന്ദഭാഗ്യാവോ വന്നിട്ടാണ്. മന്ദബുദ്ധികളാണ് എല്ലാവരും, മഴക്കാളികളാണ് എല്ലാവർക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് അനുഷ്ഠിക്കേണ്ട ആ ഒരു ഭാഗവതത്തിൽ പറയുന്നു സുമന്ത മതയോ മന്ദഭാഗ്യാവോ വന്നിട്ടാണ്. അതിനുവേണ്ടി നമ്മള് ഇങ്ങനെയുള്ള ലവിങ് ഡിവോഷൻ സർവീസ്, പ്രേമഭക്തിയുടെ സേവനം, ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ, ആ യോഗം എന്താ പറയുക? യോഗ ആധ്യാത്മിക പുരുഷ എന്ന് പറഞ്ഞ ദേവഭൂതിയോട് കപിലദേവൻ ഉപദേശിച്ചു. അമ്മയായ ദേവഭൂതിയോട് കപിലദേവൻ ഉപദേശിച്ചാണ് യോഗ ആധ്യാത്മിക പുരുഷ. അപ്പൊ ആ യോഗത്തിൽ ഏർപ്പെടാൻ വേണ്ടിയുള്ള ഒരേ ഒരു വഴി നമ്മുടെ ശാസ്ത്രങ്ങൾ വായിക്കുക, പഠിക്കുക, നിത്യം നാമം ജപിക്കുക. ആ ഹരിയുടെ നാമം ഉപയോഗിക്കാൻ. ഹരി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളെ നശിപ്പിക്കുന്നവൻ. ഒരുപാട് പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനെയെല്ലാം ഹരിക്കാനുള്ള, അല്ലെങ്കിൽ നശിപ്പിക്കാനുള്ള ഒരേ ഒരു വഴി ഭഗവാന്റെ നാമം ജപിക്കുക. കലികാലേ നാമരൂപേ കൃഷ്ണാവതാരണം. ഉപനിഷത്തുകൾ പറയുന്നു ഹരേ നാമ ഹരേ നാമൈവ കേവലം കലോ നാസ്തേവ ഗതിരഞ്ജന. There is no other way. കലിയുഗത്തിൽ ഭഗവാന്റെ നാമം ജപിക്കുക. അപ്പൊ അതുകൊണ്ട് കലിയുഗത്തിൽ പിറന്ന എല്ലാ മനുഷ്യരും, എല്ലാ ജീവാത്മാക്കളും ഭാഗ്യവാന്മാരാണ്. എന്തുകൊണ്ടെന്നാൽ കലിയുഗത്തിൽ ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നു ഹരേ ദോഷേ നിധേ രാജൻ അസ്തിഹേദോ മഹാഗുണ കീർത്തനാദേവ കൃഷ്ണസ്യാമുക്ത സംകൽപ്പനം. ജീവിതത്തിൽ നാമം ജപിക്കുക മാത്രം ചെയ്താൽ മതി. അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കാൻ അത് ഇന്നത്തെ കാലത്ത് ശരിയായ രീതിയിൽ നമുക്ക് അനുഷ്ഠിക്കാനുള്ള സാഹചര്യങ്ങളോ പല ഉണ്ട്, പല ബുദ്ധിമുട്ടുകളുണ്ട്. അതിലൂടെ എന്നാൽ നമ്മൾക്ക് ഭഗവാനെ എപ്പോഴും സ്മരിക്കാൻ പറ്റുന്ന, ഗുരുവായൂരപ്പനെ എപ്പോഴും സ്മരിക്കാനും ഗുരുവായൂരപ്പനെ എപ്പോഴും ഓർക്കാനും ആ ഒരു ബെൽ, ആ ഭഗവാന്റെ ഒരു നാദസുരത്തിലൂടെയും ബെല്ലിലൂടെ മണി അടിക്കുന്നതോടെയും ഭഗവാനെ സ്മരിക്കാൻ പറ്റും. എല്ലാവരും ഭഗവാനെ സ്മരിക്കാനുള്ള ആ സുഹൃതം സർവഭൂതാനം എല്ലാവർക്കും ആ ഒരു ഭഗവാൻ എല്ലാം തരുന്നതാണ്. ചോദിക്കാത്ത കൃപാലുമാണ് ഭഗവാൻ, കരുണാമയനാണ് ആ ഭഗവാനെ എല്ലാവരുടെയും ജീവിതത്തിൽ നാമത്തിലൂടെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ എന്ന നാമം ഉരുവിടുക. നാരായണ നാമം ഉരുവിടുക. എപ്പോഴും ഭക്തി ഉണ്ടാകുക.
സമാധാനം ഭഗവാനോടുള്ള ഭഗവാനോടും എല്ലാ ഭൂതാത്മാക്കളോടും എല്ലാവരുടെയും ഭഗവത്ഗീതയിൽ പറയുന്നു അധിഷ്ഠ സർവഭൂതാനമായി മൈത്രം കരുണേവ ആ ഒരു മൈത്രിഭാവം എല്ലാ ഭൂതാത്മാ എല്ലാ ജീവാത്മാക്കളുടെ ആ ഒരു മൈത്രിഭാവം എല്ലാവരെയും സ്നേഹിക്കുവാനും സഹോദരങ്ങളെയും എല്ലാവരെയും ആ ഒരു ആദരവ് കൊടുക്കുവാനും ഭഗവാനെ സ്നേഹിക്കുവാനും എല്ലാവർക്കും സാധിക്കട്ടെ ഈ കഴിവത്തിൽ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. കാരണം നമ്മുടെ ഹൃദയമുള്ള ദുഃഖങ്ങളാണ്, അല്ലെങ്കിൽ അതിൽ ആ ദുഃഖങ്ങൾ മാറി ആ അവബോധത്തെ ശുദ്ധീകരിച്ച് ഭാവന ഭാവയതോ ശാന്തി അശാന്തസ്യ പുനർസുഖം. ശാന്തി സമാധാനം വേണമെങ്കിൽ നമ്മുടെ അവബോധത്തെ ശുദ്ധീകരിക്കണം. അതിനുള്ള ഒരേ ഒരു വഴി ഭഗവത് സേവനം, നാമസങ്കീർത്തനം. ഹരേ കൃഷ്ണ ഹരിബോൾ ഹരിബോൾ.